ദുരന്തകാലം. കേരളത്തിൽ ദുരന്തകാലം നടക്കുകയാണ്. മഴക്കാലത്ത് 5 തരത്തിലുള്ള ദുരന്തങ്ങളാണ് കേരളത്തിൽ കാണുന്നത്. മഴക്കാലം എന്ന് പറയുന്നത് ജൂൺ മുതൽ കാലവർഷം, പിന്നീട് തുലാവർഷവുമായിട്ട് ഏകദേശം ഡിസംബർ വരെയൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ മഴക്കാലമുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തം എന്ന് പറയുന്നത് ഉരുൾപൊട്ടലാണ്. രണ്ടാമത് കടലാക്രമണം ഉണ്ടാകാം. പ്രളയമല്ല വെള്ളപ്പൊക്കം എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ദുരന്തം ഉണ്ടാകാം. പനി മരണങ്ങൾ, വ്യാപകമായ പനി, അങ്ങനത്തെ ഒരു പ്രശ്നം. പനി മരണങ്ങളിലും കുറേയധികം ആളുകൾ കേരളത്തിൽ മരിക്കുന്നുണ്ട്. പല പുതിയ പുതിയ പനികൾ വരുന്നു. പിന്നെ കാറ്റ്, പല വിധത്തിലുള്ള കാറ്റുകൾ പല ശക്തിയായി അടിച്ചിട്ട് ഈ മരങ്ങൾ കടപുഴകി സ്കൂൾ ബസ്സിൻ്റെ മുകളിൽ വീഴുക, അല്ലെങ്കിൽ വീട്ടിലേക്ക് വീഴുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. അല്ലെ കൃഷി നശിക്കുകയൊക്കെ. അപ്പോൾ ഈ 5 തരം ദുരന്തങ്ങളുടെ ഒരു ദുരന്ത കാലമാണ് കേരളത്തിൽ. അടുത്ത കാലത്ത് കേരളത്തിൽ മാത്രമല്ല ദുരന്തം ഉണ്ടാകുന്നത്, മറ്റ് ഉത്തരാഖണ്ഡിലുണ്ട്. ഇപ്പോൾ അടുത്ത് ഹിമാചൽ പ്രദേശിലും ഇതുപോലൊരു ദുരന്തമുണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി. അവിടെ സമേജ് എന്ന് പറയുന്ന രാംപൂരിലെ ഒരു ഗ്രാമത്തിൽ കുറേയധികം ആളുകൾ ഒഴുക്കിൽപ്പെട്ടു പോയി. പലരെയും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ സമേജ് ഗ്രാമത്തിൽ ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നത് ഈ മഴയാണോ പ്രശ്നം, അതോ പുഴയാണോ പ്രശ്നം, അതോ അവിടെ അനധികൃതമായിട്ട് കെട്ടിടങ്ങൾ നിർമ്മിച്ചതാണോ, അതോ മരങ്ങൾ മുറിച്ചതാണോ, അതോ റോഡുകൾ അശാസ്ത്രീയമായിട്ട് നിർമ്മിച്ചതാണോ എന്നുള്ളൊരു ചർച്ച ഹിമാചൽ പ്രദേശ് നടക്കുന്നുണ്ട്. കേരളത്തിലെ ഇപ്പോൾ ഈ ദുരന്തകാലത്ത് 5 പ്രധാന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും അല്ലാത്ത മീഡിയയിലും ഒക്കെ ആയിട്ട് ഈ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്താണ് ഈ പ്രധാനപ്പെട്ട 5 വാർത്തകൾ ഈ ദുരന്തകാലത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒന്നാമത്തെ ഒരു വാർത്തയാണ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന അല്ലെങ്കിൽ അതിലേക്ക് ആരെങ്കിലും പണം നിക്ഷേപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വാർത്തകൾ അതിനെതിരെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കും. അങ്ങനെ ഒരു ഡസനിലധികം കേസുകൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെപ്പറ്റി ആരും മിണ്ടാൻ പാടില്ല എന്നുള്ളതാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത്, ഈ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ശാസ്ത്രജ്ഞരെ അവിടെ പോകാൻ പാടില്ല, ശാസ്ത്രജ്ഞരുടെ അറിവുകൾ ആരോടും പറയാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് അടുത്തൊരു വാർത്ത. അപ്പോൾ ഈ ശാസ്ത്രജ്ഞർ ഈ ദുരന്തബാധിത പ്രദേശങ്ങളിൽ പോകാതെ അവരുടെ ഓഫീസ് മുറിയിലിരുന്ന് ദുരന്തങ്ങളെ പറ്റി ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ പറ്റുമോ? പറ്റുമായിരിക്കാം. അങ്ങനെയായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ മനസ്സിലാക്കുന്നത്, ശാസ്ത്രീയ പരീക്ഷണങ്ങളും പഠനങ്ങളും ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ അധികം ശാസ്ത്രം വേണ്ട, നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അവിടെ പോകും, രാഷ്ട്രീയമായിട്ട് ഉള്ള തീരുമാനങ്ങൾ എടുക്കും. അപ്പോൾ അതാണ് ജനങ്ങൾക്ക് വേണ്ടത്. കൂടുതൽ രാഷ്ട്രീയമാണ് ജനങ്ങൾക്ക് വേണ്ടത്, അല്ലാതെ ശാസ്ത്രമല്ല. കേരളത്തിൽ പണ്ട് വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു സന്നദ്ധ സംഘടനയുണ്ട്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അവർ ശാസ്ത്രം ജനങ്ങളിലേക്ക് എന്നുള്ളൊരു ആപ്തവാക്യവുമായിട്ടാണ് അവർ കുറേയധികം പ്രചരണ പരിപാടികൾ നടത്തിയിരുന്നത്. പക്ഷേ ഇന്ന് ഈ ശാസ്ത്രം ജനങ്ങളിലേക്ക്, അതായത് സയൻസ് ടു മാസസ്, ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇതൊന്നും കേരളത്തിന് ആവശ്യമില്ല എന്നായിരിക്കാം ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ ശാസ്ത്രത്തിൻ്റെ ഇവിടെ ഒന്നും പോകരുതെന്ന് പറയുമ്പോൾ. ശാസ്ത്രം അധികം ആവശ്യമില്ല, ശാസ്ത്രീയ അറിവുകൾ ജനങ്ങൾ അറിയണ്ട. അതും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നത്. കമ്മ്യൂണിസത്തിൻ്റെ തുടങ്ങിയ ആളെന്ന് പറയുന്ന, അല്ലെങ്കിൽ കാൾ മാർക്സ് പറഞ്ഞിരിക്കുന്നത്, ശാസ്ത്രം വികസിക്കുമ്പോൾ മതത്തിൻ്റെ സ്വാധീനം കുറയും. അപ്പോൾ കേരളത്തിൽ ശാസ്ത്രം വികസിക്കണ്ടേ? അപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വേണ്ടേ? ജനങ്ങൾ ശാസ്ത്രീയമായ അറിവുകൾ നേടണ്ടേ? അപ്പോൾ കേരളത്തിൽ ഈ കാൾ മാർക്സ് പറഞ്ഞതനുസരിച്ച് ശാസ്ത്രം വികസിക്കുമ്പോൾ മതത്തിൻ്റെ സ്വാധീനം കുറയും. അപ്പോൾ കേരളത്തിൽ ശാസ്ത്രം വേണ്ട എന്നിപ്പോൾ പറയുന്നതിൻ്റെ നേരെ തിരിഞ്ഞ ഒരു അവസ്ഥയാണോ? അതായത് മതത്തിൻ്റെ സ്വാധീനം വളരെ കൂടിയത് കൊണ്ട് ഇവിടെ ശാസ്ത്രം വേണ്ട എന്നുള്ള ഒരു കാൾ മാർക്സിൻ്റെ സിദ്ധാന്തത്തിന് നേരെ വിപരീതമായിട്ടുള്ള സിദ്ധാന്തമാണോ ഇപ്പോൾ കേരളത്തിൽ വേണ്ടത് എന്നുള്ളത് സംശയിച്ചു പോകുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത്, ഈ പണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് കളക്ട് ചെയ്ത പണം ചിലതൊക്കെ ചില രാഷ്ട്രീയ നേതാക്കളുടെ വീട് വെക്കാനും അവരുടെ കടം വീട്ടാനും അങ്ങനെ ദുരുപയോഗം ചെയ്തതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതുപോലെ പല പല അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്, ക്രൈംബ്രാഞ്ചിൻ്റെ ആയിട്ടും വിജിലൻസിൻ്റെ ആയിട്ടും അല്ലാതെയുമൊക്കെ. അതിൽ ഇവിടെ എറണാകുളത്ത് ഈ കളക്ട്രേറ്റിലെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 27 ലക്ഷം രൂപ CPMൻ്റെ ചില ആൾക്കാർ അടിച്ചു മാറ്റിയതിനെ പറ്റി പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം തന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ
ദുരിതാശ്വാസ നിധിയിലെ പൈസ ഇങ്ങനെ അടിച്ചു മാറ്റുന്നുണ്ട് എന്നുള്ള അത് പോലീസ് അന്വേഷിച്ച കാര്യമാണ്, കോടതിയിൽ കുറ്റപത്രം നിലവിലുള്ള കാര്യമാണ്, വിജിലൻസ് അന്വേഷിച്ചിട്ട കാര്യമാണ്, ലോകായുക്തയിൽ കേസ് പലരും കൊടുത്തിരുന്നു. പക്ഷേ അതൊക്കെ കേസുകൾ എടുക്കും, അന്വേഷിക്കും, പിന്നീട് അതിനെപ്പറ്റി നമ്മളാരും കേൾക്കാറില്ല എന്നുള്ളൊരവസ്ഥയാണ്. അതിൽ പ്രതികൾ സ്വാധീനമുള്ളവരാണെങ്കിൽ നമ്മളിപ്പോൾ കേരളത്തിൽ കാണുന്നു. സ്വാധീനമില്ലാത്ത അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയമുള്ള പ്രതികളാണെങ്കിൽ അവനെ പിടിച്ച് പറ്റുമെങ്കിൽ തൂക്കിലേറ്റുക എന്നുള്ളതാണല്ലോ നമ്മുടെ അവസ്ഥ. ഇനി അടുത്ത ഒരു കാര്യം, ഈ ദുരിതമുണ്ടായ ഇപ്പോഴത്തെ ഈ ഒരു വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ മുഖ്യമന്ത്രി ഒരു ആഹ്വാനം നടത്തി, എല്ലാവരും പരമാവധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം, പണം നൽകണം, പണമായിട്ട് നൽകണം എന്നുള്ള ഒരു ആഹ്വാനം കണ്ടു. അതിനെപ്പറ്റിയുള്ള വാർത്തകളുമുണ്ട്. ഇപ്പോൾ ദുരിതമുണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അവിടെ മനുഷ്യർക്ക് പണമാണ് വേണ്ടത്. പണം കൊണ്ട് എന്ത് ചെയ്യാനാണ്? ഇവിടെ കേരളത്തിലുള്ള പല വ്യക്തികളും അവിടെ ആ പ്രദേശത്തുള്ള കടകൾ നടത്തുന്നവരും സന്നദ്ധ സംഘടനകളും, എനിക്കറിയാവുന്ന തന്നെ കുറേ സന്നദ്ധ സംഘടനകളൊക്കെ അങ്ങോട്ട് തുണി, ഭക്ഷണം, വസ്ത്രം, മരുന്ന് എന്നിട്ട് എന്തെല്ലാം സാധനങ്ങളാണോ വേണ്ടത് നാട്ടുകാർക്ക് അവിടെ ആ പ്രദേശത്തുള്ളവർക്ക് അതെല്ലാമായിട്ട് കുറേയധികം സന്നദ്ധ സംഘടനകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ആവശ്യധികം സാധനങ്ങൾ, ഇപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പണം പിന്നെ എന്തിനാണ്? അതുപോലെ ആർമി അവിടെ ഒരു പാലം ഇമ്മീഡിയറ്റ്ലി നിർമ്മിച്ചു കഴിഞ്ഞു. പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആർമിയും പോലീസും ഫയർഫോഴ്സും പിന്നെ ഈ ദുരന്ത നിവാരണ ഫോഴ്സും ഇവരൊക്കെ പിന്നെ നാട്ടുകാരുമൊക്കെയാണ് അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ എന്തിനാണ് ഈ പണം, ഇത്രയധികം പണം? അതുപോലെ കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപ വെച്ചിട്ട് ഈ മരിച്ചവർക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഈ പണമൊക്കെ പിന്നീട് കിട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരിക്കാം. അപ്പോൾ ഈ പണം എന്ന് പറഞ്ഞപ്പോഴത്തേന് അതിനെപ്പറ്റി ഒരു വലിയധികം ആക്ഷേപങ്ങളുണ്ട്. ഓഫ്കോഴ്സ് ചില ബിസിനസ്സുകാരൊക്കെ, വലിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ഉടനെ തന്നെ പണം നൽകി. കാരണം ബിസിനസ് സംരംഭങ്ങൾ അവർ പണം നൽകുമ്പോൾ അവർക്ക് മൊത്തം അതിൻ്റെ ഇൻകം ടാക്സ് എക്സംഷൻ കിട്ടും. അപ്പോൾ അവർക്കത് ആദായകരമായ ഒരു കാര്യമാണ്. പിന്നെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രീതി കിട്ടുകയും ചെയ്യുമല്ലോ. ഇനി 5ാമത് ഒരു കാര്യം, ഈ ദുരന്തകാലം എന്ന് പറയുന്നത് കേരളത്തിൽ ഈ മഴക്കാലത്ത് ഇപ്പോൾ തുടങ്ങിയൊന്നുമല്ല. 2017 ഒരു ഓഖി ദുരന്തമുണ്ടായി. അന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസി മുന്നറിയിപ്പ് സമയത്ത് നൽകിയിരുന്നു. പക്ഷേ ആ സമയത്ത് ഫാക്സായിട്ട് ചീഫ് സെക്രട്ടറിയുടെ ഫാക്സിലേക്കാണ് ഈ ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് കടലിൽ പോകുന്നവരോട് കടലിൽ പോകരുതെന്ന് പറയുക, കാറ്റ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചുഴലിക്കാറ്റായിരുന്നു അന്നത്തെ ദുരന്തം. പക്ഷേ അത് ആരും ഇവിടെ ഗവനിച്ചേ ഇല്ല. ആ ഒരു കേന്ദ്ര ഏജൻസിയുടെ വാണിംഗ് ഗവനിച്ചില്ല. അതുകൊണ്ട് ഈ കടലിലേക്ക് സർക്കാരിൻ്റെ വക ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഏജൻസിയുടെ വക ഒരു വാണിംഗ് കടലിൽ മീൻ പിടിക്കാൻ പോയവർക്ക് കിട്ടിയുമില്ല. സമയത്ത് ഈ ദുരന്ത നിവാരണ അതോറിറ്റി നടപടിയെടുക്കാത്തത് കൊണ്ട് എത്രയോ അധികം ആളുകൾ അന്ന് കടലിൽ മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. അതിനുശേഷം പിന്നെ പ്രളയം 2018 2019 ഇഷ്ടംപോലെ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. പിന്നീടും പ്രളയം, അതുപോലെ ഉരുൾപൊട്ടൽ, കാറ്റ്, കടലാക്രമണം, ഇതൊക്കെ ഇങ്ങനെ ദുരന്തങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 2017 ശേഷം കേരളത്തിൽ ദുരന്തങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് കാരണം എന്നുള്ളതിനെ പറ്റിയുമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുപോലെ ഏറ്റവും അധികം ഉരുൾപൊട്ടൽ നടക്കുന്ന സംസ്ഥാനം ഇന്ത്യയിലുള്ളതിൽ 50% ഉരുൾപൊട്ടലും കേരളത്തിലാണ് നടക്കുന്നതെന്നുള്ള പഠനങ്ങളും വിവരങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം ദുരന്തങ്ങൾ നടക്കുന്നത്? 2017 ശേഷം ഏറ്റവും കൂടിയിരിക്കുന്നു. അപ്പോൾ അതിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടാകാമല്ലോ. ഇനി ശാസ്ത്രീയമായ അറിവിനെ പറ്റി ശാസ്ത്രജ്ഞർ ഈ ഫിഷറി സർവകലാശാലയിലെ ഒരു പഠനം നടന്നിട്ടുണ്ട്. കേരളത്തിൽ ഈ പറഞ്ഞ വയനാടും ഇടുക്കിയും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ, അതുപോലെ പാലക്കാടും മലപ്പുറം ഒക്കെ ഉണ്ട്. അവിടെ 32ഓളം സ്ഥലങ്ങളിൽ 30% സാധ്യതയുണ്ട് ഉരുൾപൊട്ടലുണ്ടാകാൻ വേണ്ടി. അപ്പോൾ ഈ പ്രദേശത്ത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള 32 സ്ഥലങ്ങൾ ശാസ്ത്രീയമായിട്ട് ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഈ പഞ്ചായത്തുകാർ അവിടെ പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള അനുമതി നൽകാതിരുന്നു കഴിഞ്ഞാൽ ഈ മനുഷ്യർ മരിക്കത്തില്ലല്ലോ. അതുപോലെ അവരുടെ വീട് ഒഴുകി പ്രശ്നം ഉണ്ടാകുന്നില്ലേ? കെട്ടിട നിർമ്മാണത്തിന് ഈ പറഞ്ഞ കെട്ടിടങ്ങളും മനുഷ്യർ താമസിക്കണമെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് എന്താണല്ലോ അനുമതി കൊടുക്കാതെ, പെർമിറ്റ് കൊടുക്കാതെ അവിടുത്തെ കെട്ടിട നമ്പർ ഉണ്ടാവില്ല, കെട്ടിടം നിർമ്മിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പഞ്ചായത്ത് ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതിനെപ്പറ്റിയൊന്നും ഒരു അറിവുമില്ല. ഈ ശാസ്ത്രീയമായ അറിവുകൾ ഇവിടുത്തെ ശാസ്ത്രജ്ഞരുടെ അടുത്ത് അറിവുണ്ട്. അതുപോലെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനുണ്ട്, അതൊക്കെ വെബ്സൈറ്റിൽ തന്നെ ഉള്ളതാണ്. അതുപോലെ ഓരോ ഈ ദുരന്ത നിവാരണത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്
എക്കോളജി സെൻസിറ്റീവ് സോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ട്, തീവ്ര പ്രശ്നം ഉണ്ടാകുന്ന മേഖല ഏതൊക്കെയാണ്, അതിൻ്റെ മാപ്പുകളുണ്ട്. ഇങ്ങനെ പല പല കാര്യങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ കേരളത്തിൽ ഓക്കിയുടെ സമയത്ത് ഞാനന്ന് പഠിച്ചിരുന്നതാണ്. അപ്പോൾ അന്ന് മുതൽ എനിക്കറിയാം ഇവിടെ കേരളത്തിൽ ഇതിനെപ്പറ്റിയുള്ള ശാസ്ത്രീയമായ അറിവുകളുള്ളവരെ പക്ഷേ മിണ്ടാൻ സമ്മതിക്കത്തില്ല എന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളം ഇനിയും ഈ ദുരന്തകാലമായിട്ട് അല്ലെങ്കിൽ ദുരന്ത സ്ഥലമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരുമോ എന്നുള്ളൊരു ശങ്ക, പേടി എൻ്റെ മനസ്സിലുമുണ്ട്.